സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഇങ്ങനെ വിവാഹക്കാർ നീട്ടിവെക്കണ്ട എന്ന ആഗ്രഹത്തിൽ മുരളിയും നമ്മുടെ ഗൗരിയും കൂടെ ശാരികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശാരികയെ കണ്ട് അവരുടെ വീട്ടുകാരോട് കാര്യങ്ങൾ തിരക്കി ഒരു വിവാഹത്തെക്കുറിച്ച് തീരുമാനം എന്ന് നടത്താം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് മുരളിയും ഗൗരിയും കൂടെ രാധികയും മാധവനെയും കാണാൻ വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. അധികം താമസിക്കാതെ വിവാഹം നടത്തി വെക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ ശാരികയ്ക്കാണെങ്കിൽ ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിനെ വന്ന് നിന്ന് സംസാരിക്കുന്ന സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, എക്സാമും ജോലി അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ മാത്രമല്ലേ മോളെ അലട്ടുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നു, എൻ്റെ മനസ്സിലതേ ഉള്ളൂ, പക്ഷേ എങ്കിലും എനിക്കിപ്പോൾ ഉടനെ വിവാഹം വേണ്ട, എക്സാം കഴിയണം, അതിനുശേഷം ഒരു ജോലി മേടിക്കണം, അല്ലാത്ത വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം രാധികയാണെങ്കിൽ ശാരിയെ കുറ്റപ്പെടുത്തുന്നു. എക്സാം കഴിയണം, പിന്നെ ജോലി മേടിക്കണം, അതിനുശേഷം പെൻഷനാകണം, എന്നിട്ട് മതിയോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് മുരളി പറയുന്നുണ്ട്, അവളെ നിർബന്ധിക്കുമെന്ന് വേണ്ട, വിവാഹത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് തീർച്ചയായിട്ടും ശാരിക തന്നെയാണ്, എനിക്ക് എന്തായാലും ഇപ്പോഴേ വിവാഹം വേണ്ട എന്ന് പറയുന്ന സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, അതിന് എക്സാമും ജോലി അങ്ങനെയുള്ള ടെൻഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പം മറ്റൊരു കാരണവുമില്ലെന്ന് ശാരിയും പറയുന്നു. എങ്കിൽ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് മതി വിവാഹം, കുറച്ച് ദിവസം കൂടി നീട്ടി വെക്കാൻ പറയാം എന്നൊക്കെ പറയുന്ന സമയത്ത് ശാരികയാണെങ്കിൽ എടുത്തടിച്ച് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, മുരളിയേട്ടന് വിഷമമൊന്നും തോന്നരുത്, എനിക്ക് ഈ വിവാഹം ഇപ്പോഴങ്ങ് നടത്താൻ താല്പര്യമില്ല, മിനിമം ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുമ്പോൾ രാധികയും മാധവനും ആകെ വിഷമിക്കുന്നു. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഒരു വർഷം കഴിയുമ്പോൾ ശാരികയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ജോലി പ്രശ്നം അല്ലെങ്കിൽ എക്സാം പ്രശ്നമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, ആലോചിച്ചിട്ടൊരു അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് മുരളിയും നമ്മുടെ ഗൗരിയും തിരികെ ഇറങ്ങുന്നുണ്ട്. അവർ വിഷമത്തോടെ തന്നെയാണ് പോകുന്നത്. ഗൗരിക്കാണെങ്കിൽ നല്ല നിരാശയുണ്ട്. കാരണം ശാരികയുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് അവൾക്ക് നല്ല പേടിയുണ്ട്. അതൊക്കെ വന്ന് ഭാർഗവി ആൻറ്റിയോട് പറയുന്ന സമയത്ത് ഭാർഗവി പറയുന്നു, ഈ പറഞ്ഞതിനോട് എനിക്കങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട്, ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് കാണാം. ശാരിക പറഞ്ഞ ഒരു വർഷം നമ്മൾ കാത്തിരുന്നത് വെറുതെ ആയി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ഗൗരിക്കും മുരളിക്കും നല്ല പേടിയാകുന്നു. ഇനി അങ്ങനെങ്ങാണ് ആയിരിക്കും അമ്മയും അച്ഛനെയും പേടിച്ചിട്ട് സത്യങ്ങൾ തുറന്നു പറയാതെയാണോ, ഇനി ആ കൊച്ചിന് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും ഭാർഗവി പറയുന്നു. എന്തായാലും രജനി ഒരു അമ്മയാകാൻ പോകുന്നു, അതുപോലെ സിദ്ധാർത്ഥൻ സാറും പ്രഭാവതിയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകാൻ പോകുന്ന സന്തോഷം മനസ്സറിഞ്ഞ് ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദൻ്റെ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. എന്ത് പറഞ്ഞാലും നന്ദന് ഒരു ആഘോഷങ്ങളും അല്ലെങ്കിൽ ഒരു സന്തോഷങ്ങളും മതിമറന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. രജനി ചേച്ചിയും ദേവികയും തമ്മിൽ ഭയങ്കര ഉടക്കിലായിരുന്നു. ചേച്ചിയും ആ ഒരു പിണക്കമൊക്കെ മാറ്റി ദേവികയെ ചേർത്ത് നിർത്തുന്നത് കണ്ടിട്ട് പോലും സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് കെവിനുമായിട്ട് നമ്മുടെ എസബലിനെ കാണാൻ പോകുന്നുണ്ട് ദേവിക. കാരണം രാധാകൃഷ്ണ മിനിസ്റ്ററിൻ്റെ മുമ്പിൽ വെച്ച് ദേവികയാണെങ്കിൽ DYSPയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. ഋഷി കേസ് ഭയങ്കര ഉഴപ്പമട്ടിനാണ് അന്വേഷിക്കുന്നതെന്നും മനഃപൂർവ്വം കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തെ പറയുന്നത് കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളും എസബലിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയാനാണ് നന്ദനെയും കെവിനെയും വിളിച്ചു വരുത്തുന്നത്. ദേവിക്ക് അവളുടെ ഇമേജ് മാത്രമേ ഉള്ളൂ പ്രധാനം, അവൾ എപ്പോഴും നല്ല പിള്ളയാണെന്ന് എല്ലാവരും പറയണം, പക്ഷേ കേസ് സ്ട്രോങ് ആയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിന്നെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഈ പുറപ്പാട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നന്ദന് തന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ തലയ്ക്ക് കൈയും കൊടുത്ത് നന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. എത്രയും വേഗം ദേവികയെ എങ്ങനെയെങ്കിലും ഈ കേസ് അന്വേഷണത്തിൻ്റെ ചുമതലയിൽ നിന്നും അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ചേ പറ്റൂ എന്നുള്ള വാശിയിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, പക്ഷെ അവൾ കേൾക്കുന്നില്ല. അതെന്താ നന്ദ, നീ പറഞ്ഞാൽ കേൾക്കണ്ടേ അല്ലേ, അല്ലെങ്കിൽ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് കെവിൻ പറയുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്കും അമ്മയ്ക്കും മാത്രമല്ലേ സത്യങ്ങൾ അറിയാവൂ, അത് ദേവിക്കറിയില്ല, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കേസ് അന്വേഷിക്കണം അല്ലെങ്കിൽ ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വാശിപ്പുറത്തിറങ്ങുന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ പറയുന്നത് കേട്ടിട്ട് എസബല്ലയും അതുപോലെ കെവിനും ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ദേവിക നിരസിച്ച ആ ഒരു പ്രൊജക്റ്റ് ദേവികയെ കൊണ്ട് തന്നെ ഒപ്പിടിക്കും എന്ന വാശിയിലാണ് KK നായർ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിരീഷിനെയും രജനിയൊക്കെ സ്വാധീനിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്കും വരുന്നു. ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് തിരികെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഗിരീഷിനെയും രജനിയും തേടി KK നായരുടെ വണ്ടിയും പിന്നാലെ വരുന്നു.
അങ്ങനെ വന്ന് കുറേ ഗിഫ്റ്റുകളൊക്കെ രജനിക്ക് സമ്മാനിക്കുന്നു. കാരണം രജനി ഒരു അമ്മയാകാൻ പോകുന്ന സന്തോഷം അറിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. മാത്രമല്ല ആ കവറിനുള്ളിൽ ഒരു സ്വർണ്ണ കോയിനുണ്ട്, അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള സമ്മാനമാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഗിരീഷിന് മനസ്സിലാകുന്നു എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പുള്ളി ചെയ്യുന്നതെന്ന്. സാറ് വന്നതിൻ്റെ കാര്യം പറ എന്ന് പറയുമ്പോൾ KK നായർ പറയുന്നു, അത് അല്പം ഒഫീഷ്യലാണ് എങ്കിലും പറയാം. പിന്നെ ദേവികയുമായിട്ട് നിങ്ങളുടെ അടുപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവിക സമ്മതിക്കുമെന്ന് എനിക്കറിയാം. രാമപുരം നിയോജക മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് ദേവിക ഒപ്പിടാതെ എൻ്റെ ഒരു പ്രൊജക്റ്റ് സാങ്ഷൻ ആകില്ല. എന്ത് പ്രൊജക്റ്റ്? ആ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണോ? അതാണെങ്കിൽ സാറ് നിന്ന് വിയർക്കണമെന്നില്ല, അത് നടപ്പുള്ള കാര്യമല്ലെന്ന് ഗിരീഷ് പറയുമ്പോൾ, അതല്ല, ഗിരീഷും രജനിയൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവി ആ പ്രൊജക്റ്റ് ഒപ്പിടും. നിങ്ങൾക്ക് വേണ്ട എന്ത് പാരിതോഷികം തരാനും എനിക്ക് തയ്യാറാ എന്നൊക്കെ പറയുമ്പം അമ്മയും രജനിയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ എടുത്തു ചാടി ഗിരീഷിൻ്റെ വർത്തമാനം കേട്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന KK നായരെയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.